ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ എയർമാൻ എക്സ് ആൻഡ് വൈ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ആണ്. ഓൺലൈൻ വഴി agnivath.vayu.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 23 നവംബർ 2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ബട്ടൺ അപേക്ഷിക്കുക. നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസറിങ് കാണാൻ സാധിക്കാം. ഈ ഒരു വെബ്സൈറ്റ് വഴിയിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിപത് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിന് ഏറ്റവും മുകളിലായിട്ട് തന്നെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫീസറിങ് കാണാൻ സാധിക്കാം. ഇവിടെ സൈനപ്പ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഒന്നും കൂടെ, അതായത് 1/2023 റിക്രൂട്ട്മെന്റിലേക്കാണ് അപേക്ഷിക്കുന്നത്. ആയതിനാൽ ഒന്നും കൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ന്യൂ യൂസർ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് കാൻഡിഡേറ്റ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ പേര് ആദ്യം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേരന്റിന്റെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID അവിടെ നൽകുക. ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ മെയിൽ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ID ഇവിടെ നൽകുക. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ജെൻഡർ ആണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ ആണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP തൊട്ട് താഴത്തെ ഇന്റർഫേസിൽ അല്ലെങ്കിൽ OTP ഓൺ മൊബൈൽ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ പാർഷ്യൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതാണ്. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയും പുതിയ, അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡും ക്യാപ്ച കോഡും ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ടു രജിസ്ട്രേഷൻ സ്റ്റെപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സെക്ഷൻ എനേബിൾ ആയിട്ടുണ്ട്, അതായത് ഫിൽ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യമേ ഒരു ഡിക്ലറേഷൻ ആണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അസെപ്റ്റ് ഡിസ്ക്ലൈമറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് എൻ്റർ ചെയ്യേണ്ടത് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോന്നാണ്, അല്ലെങ്കിൽ സിവിലിയൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നവർ സർവീസിംഗ് അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലാത്തവർ അതായത് വർക്ക് ചെയ്യാത്തവർ സിവിലിയൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മാരേജിൽ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാരേജിൽ സ്റ്റാറ്റസ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എനേബിൾ ആയിട്ട് വരുന്നതാണ്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ആണ് എനേബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദർ ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യൻ ആർമിയോ ഇന്ത്യൻ നേവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ചെസ്റ്റ് സൈസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റിന്റെ സൈസ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് വേസ്റ്റ് സൈസ് ആണ്. അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഷൂവിന്റെ സൈസ് ആണ്. അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറസ്പോണ്ടന്റ് അഡ്രസ്സും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് അഡ്രസ്സും നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറസ്പോണ്ടന്റ് അഡ്രസ്സും സെയിം ആണ് എങ്കിൽ പെർമനന്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഫോട്ടോയോ സിഗ്നേച്ചർ അപ്ലോഡ് തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ സിറ്റി എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ എക്സാം സെന്ററിന്റെ സിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ഫേസ് 1ന്റെ എക്സാം സെന്റർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് 5 എക്സാം സെന്റർ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫേസ് 2ന്റെ എക്സാം സെന്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫേസ് 2ന്റെ എക്സാം സെന്ററും ഇതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് AFC അതുപോലെ തന്നെ ഫസ്റ്റ് എൻ്റർ ചെയ്ത ശേഷം അപ്ഡേറ്റ് സിറ്റി പ്രിഫറൻസിലും ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ആണ്. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും 250 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കാനായി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള മെത്തേഡ്സ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ പ്രിന്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർമാൻ എക്സ് ആൻഡ് വൈ, അതായത് അഗ്നിപത് വായുസേന റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.